മുഴുവൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയും ഉടച്ചു വാർക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഈ ഉടച്ചു വാർക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂളുകളോ അല്ലെങ്കിൽ കേന്ദ്രത്തിലോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കൊന്നും ഇവരുടെ നോട്ടം എത്തുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ സെലക്റ്റീവായ ഒരു കാഴ്ചയാണ് അഭിജിത്ത് ദീപ്കയുടെ CJPക്കുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഈ CJPയുടെ ജോയിന്റ് കൺവീനർ അഭിജിത്ത് ദീപ്കയുടെ സ്വന്തം അശുതോഷ് റാങ്കയും കൂട്ടരും രാജസ്ഥാനിലേക്ക് ഒരു യാത്ര പോയി. രാംപുര കൻവാർപുര എന്ന ജയ്പൂരിന്റെ മേഖലയിലേക്കാണ് പോയത്. പക്ഷേ പോയത് മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. അവിടുത്തെ ജനങ്ങൾ അടിച്ചോടിക്കുകയായിരുന്നു. ഇവിടുത്തെ കാര്യം നോക്കുവാൻ ഇവിടുത്തെ ജനതയ്ക്ക് അറിയാം എന്ന രീതിയിൽ തന്നെയാണ് അവരോട് പറഞ്ഞതും ഇവിടുന്ന് കടക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ അട്ടി ഓടിച്ചു വിട്ടതും. അവർ BJPക്കാരാണ് എന്നാണ് ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഒരു വലിയ പുലഭ്യത്തോടു കൂടി ഇയാൾ എക്സിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് എന്താണ് രാജസ്ഥാനിൽ നടക്കുന്നത് എന്നാണ്. വാട്ട് എഫ് എന്നുള്ള രീതിയിലാണ് അയാൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ വളരെ കൃത്യമായ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. ദേശവിരുദ്ധമായിട്ടുള്ള സമരങ്ങൾക്കും പ്രകടനങ്ങൾക്കും നേരെ ഈ രീതിയിലെ ജനങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. ഇതിൽ കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ് അയാൾക്ക് ലഭിച്ച മറുപടി. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം നയിക്കുമ്പോൾ ചില ആൾക്കാരെങ്കിലും വിശ്വസിച്ചിരുന്നു ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറം വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയാണ് ലക്ഷ്യമെന്ന്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇവരെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഇവർ NDAക്കെതിരാണ്. നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരം ശ്രമങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും. അവിടുത്തെ നാട്ടുകാരല്ല പ്രതികരിച്ചിരിക്കുന്നത്, BJP ആണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞാലൊന്നും നാട്ടുകാർ ക്ഷമിച്ചു തരും എന്ന് തോന്നുന്നില്ല. എന്തായാലും ജയ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സമരം നടത്തുവാനാണ് ഈ പാറ്റ പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ചിലപ്പോൾ ജനങ്ങളുടെ തല്ലുകൊണ്ട് വീണ്ടും വീണ്ടും അവിടെ നിന്ന് ഓടേണ്ടി വരും എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇവർ ജാർഖണ്ഡിലേക്ക് പോയില്ല? ഇവർ എന്തുകൊണ്ടാണ് പഞ്ചാബിലേക്ക് പോകാത്തത്? ഇവരെന്തുകൊണ്ടാണ് കർണാടകത്തിലേക്കും കേരളത്തിലേക്കും ഒന്നും വരാത്തത്? അവിടെ ഇന്ത്യ മുന്നണി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടേക്കൊന്നും പോകാത്തത് എന്നതാണ് ജനത്തിന്റെയും വലിയ രീതിയിലുള്ള വിമർശനം. അതായത് കേരളത്തിൽ PSC ഉദ്യോഗാർത്ഥികൾ, അതായത് വലിയ റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും ജോലി ലഭിക്കുന്നില്ല. അവർ മണ്ണ് വാരി നിന്നും പുല്ല് നിന്നും ഒക്കെ പ്രതിഷേധം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നതും അതോടൊപ്പം തന്നെ KS പോലുള്ള ഏറ്റവും ഉന്നതമായ പരീക്ഷയിൽ തന്നെ തിരികെ കയറ്റൽ നടത്തിയതും ഒന്നും ഈ പാറ്റ പാർട്ടിക്ക് കാണാനുള്ള ഒരു കണ്ണുണ്ടായില്ല. എന്നിട്ടും എന്തേ ഈ ഭാഗങ്ങളിലേക്ക് മാത്രം ഇവ വീണ്ടും ആക്റ്റീവായി ശ്രമിക്കുന്നു എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് രാഷ്ട്രീയമായ ലക്ഷ്യം തന്നെയാണ്. നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കുകയും അതിനെ അട്ടിമറിക്കുകയും ചെയ്യുക, രാജ്യ പുരോഗതിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ സംസ്കാരത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തെ മുഴുവൻ തകിടം മറിക്കുക, രാജ്യത്തിൽ ഒരു അന്തഛിദ്രം ഉണ്ടാക്കുക എന്നതാണ് അഭിജിത്ത് ദീപ്കയുടെ ലക്ഷ്യമായിട്ട് പലരും വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് ഇതിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫണ്ട് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജാർഖണ്ഡിലേക്ക് ഈ ഉനൈദ് പോലുള്ള ആൾക്കാർ ഭക്ഷണവും ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാത്തത്? അതോടൊപ്പം തന്നെ അവർക്കാരും വീശിക്കൊടുക്കുവാൻ തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം കൂടി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാലും ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകുവാൻ വേണ്ടിയിട്ട് ഈ പാറ്റ പാർട്ടിയിലെ ആർക്കും തന്നെ ശേഷിയോ ശക്തിയോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവർ എന്തൊക്കെ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയാലും ഇവരുടെ ഗൂഢാലോചന ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആ മനസ്സിലാക്കലിലൂടെയാണ് ഇവർക്ക് കിട്ടിയ ശക്തമായ താക്കീതും മർദ്ദനവും എന്ന് വേണം കണക്കാക്കാൻ എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അതായത് ദേശവിരുദ്ധമായ സമരങ്ങളെ അംഗീകരിക്കുവാനും അതിനെ വകവെച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഒരു കാരണവശാലും ഭാരതീയരായിട്ടുള്ള ഒരാൾക്കും സാധിക്കുകയില്ല. എന്തായാലും ഈ രീതിയിലുള്ള അനാവശ്യമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ കൃത്യമായി രാഷ്ട്രീയമായി നേരിടും എന്ന് തന്നെയാണ് BJP പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ തങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കായികമായി കൂടി നേരിടും എന്ന് നാട്ടുകാരും പറയുന്നു. അങ്ങനെയുള്ള ബോധ്യമാക്കലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അഭിജിത്ത് ദീപ്കയുടെ ഈ നിലപാട് അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ തണല് പറ്റി ആം ആദ്മിയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഈ രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ ഭാരതത്തിന്റെ എവിടെ കാലുകുത്തിയാലും കൃത്യമായ രീതിയിലുള്ള പണിഷ്മെന്റ് തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നരേന്ദ്രമോദിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കളെയും പറഞ്ഞതിന്റെ പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി, അതായത് യുവതി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു വ്യക്തി
ഇന്നലെ കരഞ്ഞ് മോങ്ങി നിലവിളിക്കുന്നത് കണ്ടു. ഇവരെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന് തന്തയ്ക്ക് വിളിച്ചു, പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് മാത്രമല്ല അമ്മയ്ക്ക് വിളിച്ചു. അമ്മ എന്നാൽ അതിനപ്പുറം നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുവാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു ചെറിയ കാര്യത്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് കിലുക്കം പോലുള്ള ചിത്രത്തിൽ രേവതി പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഈ ജാൻമണി എന്ന വ്യക്തി പറയുന്നത്. ഈ രീതിയിൽ ഇത്തരം ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് CJPയുടെ ഇപ്പോഴത്തെ സമരം. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തും ചെയ്യുവാനുള്ള അധികാരം നൽകണം എന്ന് കൂടിയാണ് ഇവർ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. 150-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത്. മാത്രമല്ല നിരവധി വാനുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ ഇവർ തകർത്തിട്ടു. ഇതിനൊക്കെ മാപ്പ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവർ ചെയ്യുന്ന എന്തും ജൻസിയാണ് എന്നതിന്റെ പേരിൽ തള്ളിക്കളയണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒന്നും വകവെച്ചു കൊടുക്കാൻ രാജ്യത്തിന്റെ ഭരണകൂടം സാധിക്കില്ല. തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതിനെതിരെ വരുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്താൽ ചിലപ്പോൾ വിദ്യാർത്ഥികളെ പോലും വീട്ടുകാരോ അല്ലെങ്കിൽ അവർ സ്വമേധയോ ഇറങ്ങി വരും എന്നൊന്നും തോന്നില്ല. കാരണം അവർക്ക് ഈ കേസുകൾ വാങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഭാവി അവതാളത്തിലാകെ തന്നെ ചെയ്യും. അത് ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ നിലവിളിയൊക്കെ നടത്തുന്നത്. ഇനി എത്ര തന്നെ നിലവിളി നടത്തിയാലും ഇതിനെയൊന്നും അംഗീകരിക്കുവാനായിട്ട് യുവതലമുറയ്ക്ക് സാധ്യമല്ല. ഏതെങ്കിലും ചെറിയ ഒരു അളവിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരോട് സമരസപ്പെട്ട് മുന്നോട്ട് പോയെങ്കിലും എല്ലായ്പ്പോഴും അത് സാധ്യമല്ല. തീർച്ചയായിട്ടും അഭിജിത്ത് ഇക്കെ ഇനി ആളുമായിട്ട് ഇറങ്ങിയാൽ നല്ല പിഴ കിട്ടും എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ പൗരന്മാർ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.